ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഇവിടെ മിഗ്ദാദ് സാറും ജാൻസി മാഡം, പിന്നെ നൗഫൽ ബായി, സുരേഷ് മേനോൻ ഇവരൊക്കെ ഫാം ഇൻഫെക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവർ ചെക്ക് ചെയ്ത് കുറച്ചൊക്കെ പോരായ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നികത്തി മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനം തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ 50 ദിവസമായി ഞാൻ കൊണ്ടുവന്നിട്ട് മീറ്റ് ചെയ്യിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നു മിഗ്ദാദ് സാറ് ഒന്നിനെ മീറ്റ് ചെയ്യിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോഴിക്കോട് വാഴക്കാടുള്ള ബഷീർ ഖാൻ്റെ ഫാമിലാണ്. ഇദ്ദേഹം 50 ദിവസത്തോളമായി ആശയിൽ നിന്ന് മുയലുകൾ കൊണ്ടുവന്നിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കാലാവസ്ഥ ഇപ്പോൾ നമുക്കറിയാം നല്ല ചൂടായതുകൊണ്ട് ഒന്നും ക്രോസ് ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ചൊരു ചൂട് കുറവുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഒരു മുയലല്ല ഹീറ്റായി നിന്നിരുന്നു. അപ്പോൾ സാർ അതിനെ പിടിച്ച് ക്രോസ് ചെയ്യിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ക്രോസിങ്ങും നടന്നിട്ടുണ്ട്. അപ്പോൾ ബഷീർ കാക്ക അത് ആ രീതി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി ബാക്കിയുള്ളത് അദ്ദേഹത്തിന് സുഖമായിട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ ഫാമൊക്കെ ഷെഡൊക്കെ നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അരക്കര മെഷ് ഉപയോഗിച്ചിട്ട് തന്നെ സൈഡൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് ഇഴജന്തുക്കളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ സൈഡ് വാളിൻ്റെ ഹൈറ്റ് കുറവാണ്, പാകത്തിനുള്ള ഹൈറ്റേ ഉള്ളൂ. നിലം മണ്ണാണ്. സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടത് നമുക്കുള്ള ഒരു ഗുണമാണ് ഈ കാണുന്നത്. ഇപ്പോൾ പുല്ലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഡെയിലി ഇത് അടിച്ചു വരി ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കടന്നാലും ഒരു കുഴപ്പമില്ല, സ്മെല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് കുറച്ച് പുതിയതായിട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഷെഡ് എന്തായാലും ഒന്നും കൂടി വലുതാക്കി ഉണ്ടാക്കണം. കാരണം 2 യൂണിറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഏകദേശം 6 കൂട് നമുക്ക് ഇടാനുള്ള സ്പേസ് കാണണം. അപ്പോൾ ആ ഒരു സ്പേസ് ഇതിൽ കുറവാണ്. പിന്നെ മോൾ ഭാഗത്ത് അദ്ദേഹം ഇതുപോലെ കഴുങ്ങ് നിരത്തിയിട്ട് ഓലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോൾ ഭാഗത്ത് നിന്ന് വരുന്ന ചൂട് തീരെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. അത് നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ട പുതിയൊരു സംഭവം ഇതാണ്. ഇത് വാഴ അദ്ദേഹത്തിന് ഒരു ബോണസ് ആയിട്ട് ഉണ്ടായതാണ്. ഇത് അപ്പുറത്തുള്ള ഒരു വാഴന്റെ കുട്ടിയോട് ഉണ്ടായതാണ്. അപ്പോൾ ഇതൊരു കണ്ടപ്പോൾ നല്ലൊരു കൗതുകം. അതുകൊണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ കൂട്ടിലേക്ക് നിൽക്കുമ്പോൾ മുയലൊക്കെ കൂട്ടിൽ തന്നെ വലിച്ചു കഴിക്കാം. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു രീതിയും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇത് കണ്ടിട്ട് ആരും ഇത് കണ്ടിട്ട് ആരും ഇനി പോലെ ഫാമിനകത്ത് വാഴ വെക്കരുത്. കാരണം വാഴ വെക്കാൻ പാടില്ല. ഇതിങ്ങനെ മുളച്ചുണ്ടായതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വെട്ടി ഒഴിവാക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആശാനിൽ വരുമ്പോൾ മിഗ്ദാദ് സാർ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണെന്ന് പറയാൻ. അതിന് സത്യത്തിൽ നല്ലൊരു ഉദാഹരണം ഞാനും മിസ്റ്റർ സുരേഷ് മേനോനൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ നമുക്കറിയാം, ഞങ്ങളൊക്കെ ചില ഇൻസ്പെക്ഷനൊക്കെ നമ്മൾ പുലർച്ചെ 2 മണിക്ക് പുറപ്പെടാറുണ്ട്, 5 മണിക്ക് വരാറുണ്ട്, ഇപ്പം ഇന്ന് 6 മണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒന്നും ഫാമിലെ വർക്കൊക്കെ ഒന്ന് തീർക്കാതെയാണ് ഞങ്ങൾ ഫാമിൽ കയറിയിട്ട് പോലുമില്ല എന്ന്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പോരുമ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടിലെ മറ്റുള്ള, അഥവാ ഞങ്ങളുടെ വൈഫാണെങ്കിലും മറ്റാരാണെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും ഇതിൽ നല്ല താല്പര്യം ഉള്ളത് കൊണ്ട് അവരാണ് ബാക്കിയുള്ള വർക്കൊക്കെ ഇന്നത്തെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ വീട്ടുകാരുടെ പിന്തുണ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംരംഭത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്കിത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട്, ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ശാരീരികമായിട്ടാണോ അല്ലെങ്കിൽ മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്യാം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല വാക്കുകൾ പറയാം നമ്മളോട്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ ചിലവർ പറയും നിങ്ങളിതിനാ ചെയ്ത് അതുകൊണ്ടല്ലേ നഷ്ടം പറ്റിയത്, അങ്ങനെയൊന്നും പറയാതെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും ചിന്തിക്കുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, നമ്മൾ ആശയനയിലേക്ക് നമ്മൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ടും മൊബൈലിന് വേണ്ടിയിട്ടും നമ്മൾ വിളിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ യാത്രയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടാണ് ജാൻസി മാഡം ഒരുപാട് പ്രാവശ്യം ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഞാനിപ്പോൾ വന്നാൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലാഭം എത്ര കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്കൊരു മുയലിനെ വളർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് ആശാനയിൽ നിങ്ങളോട് വരാനും അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പുസ്തകം കൊണ്ടുപോകാനും അത് പഠിക്കാനും പഠിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് അവിടെ എക്സാം ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യണം. അതിൽ വിജയിച്ചാൽ മാത്രമേ ആശാനയിൽ നിങ്ങൾക്ക് മുയലിനെ തരികയുള്ളൂ. പിന്നെ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ആശാനയുടേതായ ഒരുപാട് നിയമാവലികളുണ്ട്.
അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ മുയൽ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് കുറിച്ച് ചിന്തിച്ചാൽ മതി, അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് മിദ്ദാസ് സാറിന്റെയും ജാൻസി മാഡത്തിന്റെയും അഭിപ്രായം. അത് ആരുടെ ഗുണത്തിന്? നമ്മുടെ കർഷകരുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്. അത് ഇപ്പോ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് മുയൽ വളർത്തുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ഫാമുകൾ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ പറയുന്നത് നിങ്ങൾ വന്നോളൂ മുയലിനെ കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ആശാന ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. കാരണം നമ്മൾ രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാശ് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടെങ്കിൽ ഒരിക്കലും ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. കാശ് വാങ്ങിച്ചിട്ട് മുയൽ തന്നു വിട്ടാൽ അവിടെ പരിപാടി കഴിഞ്ഞു. പിന്നെ അതുപോലെ ഇതിന്റെ ബൈബാക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോകൾ നമ്മളെ യൂട്യൂബിൽ അപ്ലോഡായി വരുന്നുണ്ട്. നമ്മുടെ കർഷകർ ആശയിൽ നിന്ന് മുയൽ കൊണ്ടുപോയ കർഷകർ തിരിച്ച് മുയലിനെ കൊണ്ടുവരുന്നതും അവർ ഇത് വിൽക്കുന്നതും അതിന്റെ കാശ് വാങ്ങി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം ഈ ഒരു കൃഷിയിൽ. അപ്പോൾ നമ്മുടെ ബഷീർ ഭായി ഇത് പറയുകയും ചെയ്തു ഇപ്പോൾ നമ്മളോട്. കാരണം അദ്ദേഹം അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ ആദ്യം അദ്ദേഹം മിദ്ദാസ് സാറിനോട് ചോദിച്ച കാര്യം അല്ലെ മുയലിന് ഇത് എവിടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത്. അതെ, നിങ്ങൾ തിരിച്ചെടുക്കോ എന്നാണ് മിദ്ദാസ് സാറിനോട് ചോദിച്ചത്. കാരണം അദ്ദേഹം യൂട്യൂബിൽ പല വീഡിയോകളും കണ്ടത് നിങ്ങൾ മുയലിനെ കൊണ്ടുപോയിക്കോളൂ, വളർത്തിക്കോളൂ, അതിനെ ഇറച്ചി ആയിക്കിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, ബാറിൽ കൊടുത്തോളൂ, ഷാപ്പിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ സ്വന്തം കറി വെച്ച് കഴിച്ചോളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ മിദ്ദാസ് സാർ ഒരിക്കലും അങ്ങനെയല്ല പറയാം. നിങ്ങൾക്ക് എത്ര മുയലുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളൂ, ഞാൻ എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം. അതായത് ആശിനായിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കുക, ഞാൻ ഇന്ന സമയത്ത് വരട്ടെ, എപ്പോഴാണ് വരേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മൾ ഒരുപാട് ലോങ്ങിൽ നിന്ന് ഈ മുയലുകളൊക്കെ ആയിട്ട് നമ്മൾ ലോഡ് ചെയ്ത് വണ്ടിയിൽ വാടക കൊടുത്ത് വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇൻ കേസ് അവിടെ മിദ്ദാസ് സാർ ഇല്ലെന്ന് വിചാരിക്കുക, അദ്ദേഹം പുറത്തെവിടെയും പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ശരിക്കും ആ ഒരു ഓട്ടം ഭയങ്കരമായിട്ട് നഷ്ടമായിട്ട് വരും. അപ്പം അതെ, മുയലുകൾക്ക് പിന്നെ നമ്മൾ അവിടുന്ന് റിട്ടേൺ നമ്മുടെ ഫാമിലേക്ക് ഓടുന്ന അത്ര കിലോമീറ്റർ അത്ര ദൂരം ആ മുയലുകൾ ക്ഷീണം മുയലുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകണ്ടുകൊണ്ടാണ് എല്ലാവരും ഇതൊന്നും ചിന്തിക്കുക. അതായത് നമ്മൾ വിളിച്ചിട്ട് കറക്റ്റ് കൺഫേം ആക്കിയിട്ട് ഒരു അപ്പോയിൻമെന്റ് വാങ്ങിച്ചിട്ട് നമ്മൾ മുയലെ കൊണ്ട് വരാം. നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും വരാം. അദ്ദേഹം പറയുന്നത് രാത്രി 12 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വരാം. പക്ഷെ നമ്മൾ കൺഫേം ചെയ്തിട്ട് വരും, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാമിംഗ് സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. എന്താ ബഷീർ ഭായി എന്താ പറഞ്ഞ? അല്ല, ഒച്ചിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. ഈ വാഴയിലന്റെ അകത്ത് ഈ ഒച്ചെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അത് എല്ലാരും ശ്രദ്ധിക്കണം. ആ തണ്ടിന്റെ ഉള്ളിൽ അത് ശ്രദ്ധിക്കാതെ നമ്മൾ മുയലുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒച്ചൊന്ന് വായിൽ നക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുയൽ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ആയിരിക്കാം എൻ്റെ മിക്കവാറും അഭിപ്രായത്തിൽ മിക്കവാറും ആളുകളുടെ പെട്ടെന്ന് നഷ്ടപ്പെട്ടതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിനെ കൊണ്ടുപോയപ്പം അത് ഓവർ പോയിസൺ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്നുള്ള അറിഞ്ഞു. അപ്പം അങ്ങനെ വന്ന് കൂടി ചെക്ക് ചെയ്തപ്പോൾ ഒച്ചിനാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനൂ. അങ്ങനത്തെ വയറുള്ളി ഇതേമാതിരി വേറെ നമ്മൾ തോട്ടപ്പയർ അല്ല, ഇതിന്റെ വലിയ നമ്മുടെ അമരക്കന്റെ കലല്ല. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഭയങ്കര രോമുണ്ടാവും, അത് കൊടുക്കാൻ പറ്റൂല. 2 ടൈപ്പ് തോട്ടപ്പയറുണ്ട്. അതായത് ഒന്ന് കൊടുക്കും. ബോക്സ് കൊടുത്തന്നെയാണ് ഇവിടെ തന്നെ. അത് കൊടുക്കാം. വാങ്ങിച്ച തെങ്ങിന്റെ പോലെ 17 ഇഞ്ച് വരും.